മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളും ആവശ്യമല്ലാത്ത ഘടകങ്ങളും നമുക്കൊന്ന് വേർതിരിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ 3 എക്സ്പെരിമെന്റ് നടത്തിയാൽ മതി. ഒന്നാമത്തെ എക്സ്പെരിമെന്റിൽ നമ്മൾ മണ്ണിന് പകരം അല്പം നനവുള്ള ഒരു പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഈ നനവുള്ള പഞ്ഞിയിൽ നമ്മൾ കുറച്ച് പയറുവിത്ത് നടുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ആ ഒരു വിത്ത് മുളച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ മണ്ണില്ലെങ്കിലും അനുകൂലമായ താപനിലയും അതുപോലെ തന്നെ ജലവും എയറും ഉണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അല്പം പോലും വെള്ളം നമ്മൾ കൊടുക്കുന്നില്ല. അതേസമയം ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതായത് എയർ ഉണ്ട്, ഫേവറബിൾ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ജലം മാത്രം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അവിടെ വിത്ത് മുളച്ചതായിട്ട് കാണാനായിട്ട് സാധിച്ചില്ല. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൂര്യപ്രകാശം അല്പം പോലും കടക്കാത്ത ഒരു ചെറിയൊരു പെട്ടിയിലാണ് നമ്മൾ വിത്ത് നട്ടത്. കുറച്ച് ദിവസത്തിന് ശേഷം ആ വിത്ത് മുളച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതായത് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ പോലും ആ വിത്ത് മുളയ്ക്കുന്നു എന്നൊരു ഐഡിയ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? എയർ, അതുപോലെ തന്നെ ഫേവറബിൾ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ വാട്ടർ, ഇത് മൂന്നും എന്തിനു വേണം? ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വളം, അതായത് മാനുവർ, സൺലൈറ്റ്, സോയിൽ, ഈ സാധനങ്ങൾ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമല്ലാത്തതാണ്. പക്ഷെ മുളച്ചതിന് ശേഷം പിന്നീടുള്ള നമ്മുടെ വിത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ മണ്ണും അതുപോലെ തന്നെ സൂര്യപ്രകാശവും എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്.